ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർ ഡ്രൈവിങ്ങിൻ്റെ കുറച്ച് ടിപ്സാണെന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഗ്രിഗോ ചെറിയിട്ടപ്പോൾ നമ്മുടെ കൊച്ചപ്പനും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് പൊതുവെയുള്ള ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയാമെന്നുണ്ടെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. നമ്മളിവിടുന്ന് വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കീ നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം നമ്മുടെ ചാവി ഇടുന്ന സ്ഥലത്തേക്ക് ഇടുക. ചാവി ഇടുന്ന സ്ഥലത്തേക്ക് തിരിച്ചിട്ട് ഇഗ്നിഷൻ ഓൺ ആക്കുക. അപ്പോൾ വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടുന്നതൊക്കെ നമ്മുടെ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് മുമ്പ് സീറ്റൊക്കെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുക. അതൊക്കെ വലിയ അപകടത്തിലേക്ക് പോകും. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഗിയർ എങ്ങനെയാണെന്നൊക്കെ നേരത്തെ കാണിച്ചു തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടി ബ്രേക്കും ചവിട്ടി പിടിച്ച് ന്യൂട്രലാക്കി ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടി ന്യൂട്രലാണ്. ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇഗ്നിഷൻ തിരിച്ച് വണ്ടി സ്റ്റാർട്ടായി. വണ്ടി സ്റ്റാർട്ടായതിന് ശേഷം നമ്മൾ ഗിയർ ഫസ്റ്റിലേക്ക് ഇടുക. ഓക്കെ, ഗിയർ ഫസ്റ്റിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യുക. അപ്പോഴും നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും ചവിട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് കയറുന്നത്. അപ്പോൾ നമ്മുടെ ആ മിററിൽ ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നമുക്കൊരു സൈക്കിൾ വരുന്നുണ്ട്. അപ്പോൾ സൈക്കിൾ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വണ്ടി എടുക്കാൻ ഒരു ബൈക്കും വരുന്നുണ്ട്. ആ ബൈക്കും പോയി കഴിഞ്ഞ് നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റോഡൊക്കെ ക്ലിയർ ആണ്. പുറകിൽ നിന്ന് വണ്ടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പയ്യെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് വണ്ടി റിലീസ് ചെയ്ത് വണ്ടി പയ്യെ മൂവ് ആകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി മൂവ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പയ്യെ മൂവായിപ്പോൾ വണ്ടി സെക്കൻഡ് ഗിയറിലേക്ക് ആക്കിയിരുന്നു കേട്ടോ. ഞാൻ കാണിക്കാൻ മറന്നുപോയി. നമ്മൾ ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയറിലേക്ക് ആക്കി ഒരു 40 കിലോമീറ്ററൊക്കെ ആയപ്പോഴത്തേക്കും വളവിലൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ വണ്ടി എടുക്കാനായിട്ട്. ആൻഡ് നമ്മളിപ്പോൾ 4th ഗിയറിലേക്ക് ആക്കി 40 കിലോമീറ്ററിൽ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി 4th ഗിയറായി. അപ്പോൾ ഫ്രണ്ടിൽ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാതെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റുമോ എന്തോ. പിന്നെ ഡ്രൈവർ ഇവിടെ പോയി. ഡ്രൈവർ ഉണ്ടാ ഡ്രൈവറുണ്ട്. റോഡിന്റെ നടുക്കിറക്കിയിട്ട് പുള്ളി സാധനം. എന്താ അവസ്ഥയല്ലേ. ഒരിക്കലും റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ നിൽക്കാതിരിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ പയ്യെ വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തു. നമ്മളങ്ങനെ വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഇട്ടു. വീണ്ടും നമ്മൾ 4th ഗിയറിലേക്ക് ഇട്ടു. 5th ഗിയർ ഉണ്ട് കേട്ടോ. 5th ഗിയർ ഇടാനുള്ള സൗകര്യം റോഡിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇടുന്നില്ല. അല്ലെങ്കിൽ കുറച്ച് സ്പീഡിലൊക്കെ പോകേണ്ടി വരും. വളവിലൊക്കെ പയ്യെ ബ്രേക്ക് ചവിട്ടി സ്ലോ ചെയ്തൊക്കെ ഒരു വളവിലൊക്കെ അവിടുന്ന് ഒരു പുള്ളി ചെറുപ്പാഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ റോഡിൽ അങ്ങനത്തെ പല അഭ്യാസ പ്രകടനങ്ങളും കാണും. അതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടാതെ വേണം വണ്ടി ഓടിക്കാനായിട്ട്. പേടിയായി കഴിഞ്ഞാൽ തീർന്നു, പരിപാടി തീർന്നു. പേടിയാവാതിരിക്കാം. പൂച്ചയൊക്കെ വട്ടം ചാടുമ്പോൾ പയ്യെ സ്ലോ ചെയ്ത് കൊടുക്കാം കേട്ടോ. പാവം മൃഗങ്ങൾക്ക് ജീവിക്കണ്ടേ. അപ്പോൾ ഇവിടെ ഒരു വലിയ വളവൊക്കെ വരുന്നുണ്ട്. വലിയ വളവൊക്കെ വരുമ്പോൾ നൈസായിട്ട് ഹോണൊക്കെ അടിച്ച് ഒന്ന് സ്ലോ ഒക്കെ ചെയ്യുക. അവിടെ നിന്ന് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് കയറ്റി എടുത്തുകൊണ്ട് വരും. പറയാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഒക്കെ അവസ്ഥ ആയതുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ഡ്രൈവിംഗ് ആയിരിക്കും മിക്ക സ്ഥലത്തും. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഒരു ഭ്രാന്തനാണെന്ന് വിചാരിച്ച് നമ്മൾ വണ്ടി ഓടിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒതുങ്ങിന്ന് കൊടുക്കുക. അപ്പോൾ അപ്പുറത്ത് തന്നെ ആളും അങ്ങനെ തന്നെയാണ് വിചാരിക്കട്ടെ. നമ്മൾ ഇവിടുന്ന് വരുന്നത് ഭ്രാന്തനാണ്, നമ്മൾ ഭ്രാന്തനാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരും വണ്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ രണ്ടുപേരും അങ്ങനെ ആകുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വണ്ടി പൊക്കോളും. അതെ, അതുപോലെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ ഒന്ന് നമ്മുടെ സീറ്റിംഗ് കംഫർട്ടബിൾ. അതായത് നമ്മുടെ വണ്ടി ഓടിക്കാനായിട്ട് ഒരു കംഫർട്ടിൽ ആദ്യം വരുത്തുക. അതിനുശേഷം രണ്ടാമത്തത് നമ്മുടെ വണ്ടിയുടെ അതായത് റൈറ്റ് ടു ലെഫ്റ്റ്, അതായത് വണ്ടിയുടെ വണ്ണം, അതായത് വീതി, അത് നമ്മൾ നോക്കണം. അതായത് ഇപ്പോൾ ചെറിയ വഴിക്കേടാണെങ്കിലും അത്യാവശ്യം 2-വേ റോഡാണെങ്കിലും നമ്മുടെ വണ്ടി ഒതുക്കിയാൽ അല്ലെങ്കിൽ എതിരെ വന്ന വണ്ടി ഒതുക്കുമ്പോൾ നമ്മുടെ വണ്ടിക്ക് കയറി പോകാനുള്ള സ്ഥലമുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ കുറച്ച് ഡ്രൈവിംഗ് മാനേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക്. ഇപ്പോൾ സാഹചര്യത്തിൽ ചില ആൾക്കാരെ ഒന്നും കാണിക്കാറില്ല. ഒന്ന് ഒരു വണ്ടി വരുമ്പോൾ കയറി എതിരെ ഒരു വണ്ടി വരുമ്പോൾ സ്ഥലമുള്ളിൽ സാധാരണ നമ്മൾ ഒതുക്കി കൊടുക്കും. എതിരെ തന്നെ വണ്ടി പോയി കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഒതുക്കി കൊടുക്കുക, നമ്മൾ കയറി പോകാറ്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. രണ്ട് വണ്ടിയും വന്ന് അവസാനം
രണ്ടു കൂട്ടർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകുമ്പോൾ കാണാറുണ്ട്. ഞാനൊരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നതും അപ്പം ചെറിയ ഡ്രൈവർ കൂടിയാണ്. നമുക്ക് നൈസായിട്ട് വണ്ടിയോടെ നിർത്തി കയറിപ്പോക്കാളെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ രാത്രി ഓടിക്കുമ്പോ അതിനും ഒരു മാനേഴ്സ് ഉണ്ട്. നമ്മള് ഡിമ്മ് അപ്പ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. ഇപ്പത്തെ വണ്ടി ഓടിക്കുന്നവർക്ക് അത് അവർക്ക് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു അത് പല ഡ്രൈവിംഗ് സ്കൂളിലും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഡിമ്മിന്റെയും ബ്രൈറ്റിന്റെയും ഒക്കെ ഉപയോഗം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുന്നതെന്നൊന്നും പല ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് അറിയില്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഡിമ്മിന്റെ ബ്രൈറ്റിന്റെ സ്വിച്ച് എവിടെയാണ്, എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ 2-3 ആൾക്കാരൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പൊ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ ഡ്രൈവിംഗ് സിസ്റ്റത്തിൽ കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഒച്ചപ്പിന് അങ്ങനെ തന്നെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവാൻ. തീർച്ചയായിട്ടും ഈ ഡിമ്മും ബ്രൈറ്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് എതിരെ വന്ന വണ്ടിക്ക് കാഴ്ച, അതായത് നമ്മള് കാഴ്ച ഒരുക്കി കൊടുക്കാൻ. അതായത് ഡിം എന്ന് പറയുന്നത് നമുക്ക് നേരെയുള്ള വഴിക്കേക്കടൊക്കെ നമുക്ക് ഡിം അടിച്ചുകൊണ്ട് പോവുകയും വളവും തിരിവൊക്കെ വരുമ്പോ ആണ് നമ്മള് അപ്പ് അല്ലെങ്കിൽ ബ്രൈറ്റ് ഇട്ടുകൊണ്ട് പോകുന്നത്. ഇപ്പൊ രാത്രി നിങ്ങൾ ഓടിക്കും, അത്യാവശ്യം വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് അറിയാമെന്ന് തോന്നുന്നു. ഈ ഡിമ്മിന്റെയും അപ്പിന്റെ ഒക്കെ ഉപയോഗം എന്താണ്, എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അറിയില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. അത് നിങ്ങൾ ഈ അപ്പ് ഇട്ടുകൊണ്ട് വരുമ്പോൾ എതിരെ വന്നവർക്ക് അവരുടെ കാഴ്ച മറക്കുകയാണ്. അവരുടെ ഈ രാത്രി അവരുടെ കാഴ്ച മിക്ക അപകടങ്ങളും ഉണ്ടാവുന്നത് ഇപ്പൊ നമ്മള് ടൗണിലാണുള്ളത്. ടൗണിൽ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നമുക്ക് ഓടിക്കാം. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വണ്ടികളൊക്കെ വരും. ഇവിടെ നമുക്ക് പോകേണ്ടത് റൈറ്റ് ആണ്. അപ്പൊ റൈറ്റ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാം. ഒരിക്കലും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കയറ്റരുത്. ആ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറണം. ആ ഓട്ടോറിക്ഷയ്ക്ക് കയറി പോകുന്ന തികച്ചും തെറ്റായിട്ടുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വേണം വണ്ടി കയറ്റാനായിട്ട്. ഒരിക്കലും റൈറ്റ് സൈഡിലേക്ക് വണ്ടി കയറ്റരുത്. നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും അത് കറക്റ്റായിട്ട് തന്നെ പാലിച്ച് വേണം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ തിരിക്കാനായിട്ട്. ഓക്കെ, ഇനി ഡിമ്മിന്റെ കണ്ടിന്യൂ. അപ്പൊ ഡിമ്മ് എന്ന് ഉദ്ദേശിക്കുന്നത് താഴത്തേക്കും, അപ്പെന്ന് ഉദ്ദേശിക്കുന്നത് മേളിലേക്ക്. അതായത് നമ്മൾ വളവ് തിരിവ് അങ്ങനെയുള്ള ബ്രൈറ്റ് ഉപയോഗിക്കുന്നത് അതിനാണ്. പിന്നെ നമ്മൾ വണ്ടി വരുമ്പോ നമ്മൾ രാത്രി ഡിം അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കണ്ണിന് അത് ബുദ്ധിമുട്ടായിരിക്കും. റോഡിന്റെ വിസിബിലിറ്റി അനുഭവം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതൽ. ഈ രാത്രി കാലങ്ങളിൽ അപകടം ഉണ്ടാവുന്നതിന്റെ മെയിൻ കാരണം അതാണ്. പലരും വിചാരിക്കണം ഓവർ സ്പീഡും പിന്നെ അശ്രദ്ധയായിട്ടുള്ള രീതിയിലുള്ള ഡ്രൈവിംഗ് കൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത് എന്നുള്ള ധാരണയാണ്. തികച്ചും അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഓവർ സ്പീഡും അപകടം ഉണ്ടാക്കും എന്നല്ല, പക്ഷെ രാത്രി കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് ഈ ലൈറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. ഞാനൊക്കെ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് എന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങിക്കളയുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ്. നിങ്ങൾ ലൈറ്റൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങള് പൈസ ഇപ്പൊ പല ആഡംബര കാറുകളിലും നല്ല വൈറ്റ് ലൈറ്റ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഇവര് യാതൊരുവിധ ഇതും കൂടാതെ ചുമ്മാ ബ്രൈറ്റ് ഇട്ടുകൊണ്ട് പോകും. നമ്മളെ പോലുള്ള ചെറിയ വണ്ടിക്കാർക്കൊക്കെ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് റോഡ് കാണാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ റോഡ് കാണാൻ പറ്റില്ല. എതിരെ വരുന്ന വണ്ടി ഏതാണെന്ന് അറിയാൻ പറ്റില്ല. വണ്ടിയുടെ മെഷർമെന്റ് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഡിം എന്താണ് ബ്രൈറ്റ് എന്താണെന്ന് അറിയില്ലെങ്കിൽ, അതിന്റെ സ്വിച്ച് എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. രാത്രി നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നോക്കേണ്ടതുമാണ്. നമ്മുടെ രാജ്യത്തെ ഡ്രൈവിംഗില് അത് ഏറ്റവും കൂടുതലായിട്ട് നോക്കാതിരിക്കുന്നതും അതാണ്. നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ മോഡിഫിക്കേഷൻ ഒക്കെ മതി. ഇതേപോലത്തെ റോഡ് നിയമങ്ങളൊന്നും പാലിക്കേണ്ടതെന്ന് നോക്കേണ്ട ഒരു കാര്യമില്ല. അവർ വണ്ടി എവിടെ പാർക്ക് ചെയ്താലും കുഴപ്പമില്ല, വണ്ടി എങ്ങനെ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല, ആൾക്കാർ ഡിമ്മിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബ്രൈറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അവര് മെയിനായിട്ട് നോക്കണം മോഡിഫിക്കേഷനും. അപ്പൊ വേറൊരു കാര്യം കൂടിയും പറയാനുള്ളത്, ഈ രാത്രി വണ്ടി ഓടിക്കുന്നവർക്ക് ദയവായിട്ട് നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ബാക്ക് ലൈറ്റും ഉണ്ടാവില്ല, ബ്രേക്ക് ലൈറ്റും ഉണ്ടാവില്ല, സൈഡ് തിരിയുന്നവർക്ക് ഇൻഡിക്കേറ്ററും ഇല്ല, ഒന്നുമില്ല. തോന്നും പോലെയാണ് വണ്ടി ഓടിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ വണ്ടിയിൽ ഏതെങ്കിലും വണ്ടിക്കാരൻ വന്ന് കുത്തിയിട്ട് നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ അസഭ്യം പറഞ്ഞിട്ടോ കാര്യമില്ല. നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ്. നമുക്ക് റോഡിൽ ഒരു നിയമമുണ്ട്. സാധാരണ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ ലേണേഴ്സിൽ പറയുന്ന കാര്യങ്ങളാണ്. റൈറ്റോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കൈ കാണിച്ച് പുറകേന്നും ഫ്രണ്ടിൽ നിന്നും വണ്ടി വന്നോന്ന് നോക്കി വണ്ടി വന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം തിരിയാൻ. ഇതങ്ങനെയൊന്നുമില്ല. ഇത് വണ്ടി കാറായാലും ടിപ്പറായാലും സ്കൂട്ടറായാലും
ആ തിരിയേണ്ട സ്ഥലം ചിലപ്പോൾ ഒറ്റ തിരിയില്ല. അപ്പൊ ഈ പുറകിലുള്ളവര് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ദയവായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വണ്ടി ഓടിക്കും ശ്രദ്ധിക്കുക. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും നിങ്ങളോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ പറയണതാണ്, ദയവായി ഈ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് പോയ ലൈറ്റൊക്കെ ഒന്ന് നന്നാക്കി ബ്രേക്ക് ലൈറ്റൊക്കെ ഇട്ട്, കാരണം നിങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കാണ്. നിങ്ങൾ ലൈറ്റ് ഇല്ലാണ്ട് പോയി ചെറിയ പാഞ്ഞ കാര്യത്തിലും വന്ന് കയറിയിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ദയവായിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ ഇന്നത്തെ വ്ളോഗ് എടുക്കാനുള്ള കാരണം തന്നെ ഇതാണ്. ഇതൊക്കെ പറയാനും നിങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ എനിക്ക് എന്താ പറയുക, ഇങ്ങനെ ഈ സംസാരിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും വിക്കലോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവും. ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കുക. ഇനി വരുന്ന കാര്യങ്ങളിൽ ഞാനത് കൈകാര്യം ചെയ്തോളാം. ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പൊ ഇവരാണ് നമുക്ക് സംസാരിക്കാനോ ആൾക്കാരെ ആകർഷിക്കാനോ ഉള്ള കഴിവൊക്കെ നല്ലൊരു ഒരു ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങണേനൊക്കെ അങ്ങനെ ഒരു കഴിവാണ് സംസാരിക്കാനും. യൂട്യൂബ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ആൾക്കാരായിട്ട് സംസാരിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഉദ്ദേശം. അപ്പൊ അതുകൊണ്ടാണ് ഞാനും ഇവന്റെ ഒപ്പം ഞാനും ചേർന്നത്. ഇപ്പൊ നമ്മള് വലിയൊരു കയറ്റത്തിലാണ് ഉള്ളത്. ഈ കയറ്റത്തിലൊക്കെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് വേണം കയറ്റം കയറാനായിട്ട്. നമ്മളിപ്പോ ഈ വണ്ടി സ്പീഡ് കുറഞ്ഞു വന്നതുകൊണ്ട് നമ്മൾ സെക്കൻഡിലിട്ടാണ് കയറ്റം കയറുന്നത്. കയറ്റം കുറച്ച് കയറി കഴിയുമ്പോൾ നമുക്ക് തേർഡിലേക്ക് വിടാം. അത്യാവശ്യം സ്പീഡാവുന്നതിനനുസരിച്ച് നമുക്ക് ഗിയർ മാറ്റി കൊടുക്കാം. അല്ലാതെ നമ്മൾ ഡൗൺ ചെയ്ത് തന്ന ആ ഗിയറിൽ തന്നെ കയറ്റം കയറണമെന്നൊന്നുമില്ല. നമ്മുടെ വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് നമുക്ക് ഗിയർ മാറ്റി കൊടുക്കാവുന്നതാണോ. ഇപ്പൊ നമ്മൾ വലിയൊരു ഇറക്കത്തിലേക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇറക്കം നമ്മൾ 4ാമത്തെ ഗിയറിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഒന്നും ചവിട്ടിയിട്ടില്ല, തന്നെയാണ് ഇറങ്ങി പോകുന്നത്. എന്തെങ്കിലും സാഹചര്യത്തിൽ അവിടെ നിന്ന് എന്തെങ്കിലും വണ്ടി വന്ന് നമുക്ക് ബ്രേക്ക് ഔട്ട് സ്ലോ ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരിക്കലും ക്ലച്ച് ചവിട്ടി ഒരു ഇറക്കം ഇറക്കരുത്. അതേപോലെ തന്നെ ന്യൂട്രലിട്ടും ഒരു ഇറക്കം ഇറക്കരുത്. എന്തത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. ഇപ്പൊ നമ്മളുള്ളത് മലയാറ്റൂർ ഉണ്ട്. അവിടുത്തെ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ വെള്ളമൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് കുറഞ്ഞല്ലോ. വെള്ളമൊക്കെ കുറഞ്ഞു. അത്യാവശ്യം ഈ ജോലി കഴിഞ്ഞ് വന്നവർക്കൊക്കെ ഒന്ന് റിലാക്സ് ആവാനായിട്ടും മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ടും ഒക്കെ നല്ലൊരു സ്ഥലമാണ്. ഏറ്റവും നല്ലൊരു മെഡിറ്റേഷനാണ്. നിങ്ങളുടെ ഈ സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മെഡിറ്റേഷനാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് കുറച്ചു നേരം ഫ്രീ ആയിട്ട് റിലാക്സ് ആയി അടിച്ചു പൊളിച്ചൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കുക. എൻ്റെ ഒരു സജഷനാണത്. കാരണം ഒത്തിരി പേര്, എൻ്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേര് സ്ട്രെസ് ഒക്കെ അനുഭവിക്കുന്ന ഈ ഓഫീസിലെ തിരക്ക് കൂടുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ജോലി ശരിയായാലും പിന്നെ അവരുടെ ബോസൊക്കെ അവരെ വഴക്കുറയപ്പോൾ അവരാകെ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലൂമിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കുന്ന ഒരു അഭിപ്രായമാണ്, നിങ്ങൾ കുറച്ചു നേരം ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ ഒന്ന് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്ന് ഒന്ന് റിലാക്സ് ആവാണെങ്കിൽ നിങ്ങൾക്ക് പകുതി ഒരു ആശ്വാസമൊക്കെ ആവും. കണ്ടിന്യൂവിൽ നിന്ന് വ്യതിചലിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ വ്ളോഗ് എടുക്കാനുള്ള കാരണം ഇതൊക്കെയാണ്. അപ്പൊ ഇനിയെങ്കിലും ഈ വണ്ടി ഓടിക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ലൈറ്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഇൻഡിക്കേഷന്റെ കാര്യങ്ങളിലും ബ്രേക്ക് ലൈറ്റ് ഞാനൊക്കെ ഓടിക്കുമ്പോൾ നമ്മള് ബ്രൈറ്റ് ഒക്കെ ഇട്ട് വേണം നമ്മൾ വണ്ടി പോണ ഏതാന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് പുറകെ വന്നവൻ ഫ്രണ്ടിൽ പോണ വണ്ടി ഏതാന്ന് അടുത്ത് നിന്ന് നമ്മൾ ബ്രൈറ്റ് ഒക്കെ ഇട്ട് നോക്കിക്കോണം. സ്കൂട്ടറാണോ ഓട്ടോറിക്ഷയാണോ അതെയോ ലോറിയാണോ ടിപ്പറിനാണോ എന്നൊക്കെ. അപ്പൊ എനിക്ക് മോട്ടോർ വെഹിക്കിൾ കാട് ആണോ? അപ്പൊ പോയി നോക്കിട്ട് അപ്പൊ എനിക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറോട് അല്ലെങ്കിൽ അവരോട് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് കർശനമാക്കാം. നിങ്ങൾ ഈ മോഡിഫിക്കേഷൻ ഒന്നും നോക്കാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് നോക്കി. അതെ, തീർച്ചയായിട്ടും എന്തോ ആടാന്ന് തോന്നുന്നു. ചിലപ്പോ കൊന്നപ്പോ എങ്ങാനും ചെയ്തായിരിക്കും. കത്തിച്ചേക്കണല്ല, ചത്തേക്കണെന്ന് തോന്നുന്നു. ആ, പട്ടിയ.
ഒരു പട്ടിയുടെ ചത്ത് എനിക്കൊന്ന് ചീഞ്ഞേക്കണ കത്തിച്ചേക്കണല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മലയാറ്റൂരാണ്. മലയാറ്റൂര് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം ഫുൾ കാടാണ്. കാട് മീൻസ് ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണാതായിരിക്കും. ഇറ്റ്സ് മീ യുവർ പോൾ ആൻഡ് ഗ്രിഗോ ജെറി യൂട്യൂബ് സൈനിങ് ഓഫ്.